കോഴിക്കോട്ടെ രണ്ടാം റൗണ്ട് മത്സരം ആരംഭിക്കുകയാണ്. സംസ്ഥാനത്ത് LDF-നുള്ള ഏക മേയർ കോഴിക്കോട് മേയറായിരിക്കും. ഇപ്പോൾ രണ്ടാം ഘട്ടം നടക്കുമ്പോൾ LDF-ൽ നിന്ന് ഒ സദാശിവനും UDF-ൽ നിന്ന് SK അബൂബക്കറുമാണ് മത്സരിക്കുന്നത്. BJP NDA രംഗത്തില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വോട്ടുകൾ ഒ സദാശിവന് 35 പേരുടെ പിന്തുണ ഒ സദാശിവൻ ഉള്ളതുകൊണ്ട് തന്നെ ഒ സദാശിവൻ മേയറായി തെരഞ്ഞെടുക്കപ്പെടും. കോഴിക്കോട് മേയറായി LDF-ന്റെ ഒ സദാശിവൻ തെരഞ്ഞെടുക്കപ്പെടും. രാഹുൽ KV ഉണ്ട് വിവരങ്ങളുമായി. രാഹുൽ, രണ്ടാം ഘട്ടത്തിൽ LDF-ഉം UDF-ഉം തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. ഒ സദാശിവനും SK അബൂബക്കറും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരമാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, ഇടതുപക്ഷത്തിന് ഏക ആശ്വാസമായ കോർപ്പറേഷനാണ് കോഴിക്കോട് കോർപ്പറേഷൻ. സീറ്റ് നിലയിൽ വലിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും ഭരണം നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. തിരഞ്ഞെടുപ്പാണെങ്കിലും ഈ കക്ഷി നില, വോട്ട് നില പരിശോധിക്കുന്ന സമയത്ത് ഇടതുപക്ഷം അധികാരത്തിലേക്ക് എത്തുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആദ്യ റൗണ്ട് പൂർത്തിയായ സമയത്ത് കൃത്യമായി ഇടതുപക്ഷത്തിനുള്ള 35 സീറ്റ്, ഇടതുപക്ഷത്തിന് 28, UDF 13, NDA എന്നിങ്ങനെയാണ് ആദ്യ റൗണ്ടിൽ വോട്ട് ലഭിച്ചത്. കേവല ഭൂരിപക്ഷം ആർക്കും ഇല്ലാത്തത് കൊണ്ടാണ് രണ്ടാം റൗണ്ടിലേക്ക് കടക്കുന്നത്. ഈ രണ്ടാം റൗണ്ടിൽ നിന്ന് NDA വിട്ടുനിൽക്കുകയാണ്. NDAക്ക് 13 സീറ്റുകളാണ് ആകെയുള്ളത്. അവർ രണ്ടാം ഘട്ടത്തിൽ മത്സരിക്കാൻ ഇല്ല എന്ന് അറിയിച്ച് രണ്ടാം ഘട്ടം ബഹിഷ്കരിക്കുകയാണ്. അപ്പോൾ ഇനി 66 സീറ്റുകളിലാണ് മത്സരം നടക്കുക. അപ്പോൾ 33 എന്ന സംഖ്യയിലേക്ക് എത്തുകയാണെങ്കിൽ കോർപ്പറേഷനിൽ ഭരണം ലഭിക്കും. ഇടതുപക്ഷത്തിന് 35 സീറ്റുകൾ ഉള്ളതുകൊണ്ട് തന്നെ ഒ സദാശിവൻ മേയറാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രണ്ടാം ഘട്ടം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ഇടതുപക്ഷത്തിൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി എന്നത് S ജയശ്രീയാണ്. കോട്ടോളി ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് എത്തിയ ആളാണ്. കഴിഞ്ഞ തവണയും കൗൺസിലറായിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പം UDF-ൽ നിന്ന് ഡെപ്യൂട്ടി മേയറായി ലീഗിൻ്റെ ഫാത്തിമ തെഹ്ലിയ കൂടി മത്സരിക്കുന്നുണ്ട്. ഏതായാലും രണ്ടാം ഘട്ടം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കാൻ പോവുകയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ മറ്റു കോർപ്പറേഷനുകളിൽ വോട്ടെടുപ്പ് പൂർത്തിയായി സത്യപ്രതിജ്ഞയൊക്കെ നടന്നിട്ടുണ്ട്. കോഴിക്കോട് നടപടിക്രമങ്ങൾ ഒരല്പം വൈകിയാണ് ആരംഭിച്ചത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഏക ആശ്വാസ കേന്ദ്രമായ കോർപ്പറേഷനാണ്. അവിടെയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അഭിലാഷ്, ഇപ്പോൾ കോഴിക്കോട്, തിരുവനന്തപുരം മേയർമാരുടെ സത്യപ്രതിജ്ഞയാണുള്ളത്. കോഴിക്കോട് മേയറായി ഒ സദാശിവൻ തന്നെ വരും. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുകയാണ്. 35 കൗൺസിലർമാരുടെ പിന്തുണ ഉള്ളതുകൊണ്ട് തന്നെ വിജയം അവിടെ കോഴിക്കോട് വിജയം ഉറപ്പാണ്. BJP രണ്ടാം റൗണ്ടിൽ പങ്കെടുക്കുന്നില്ല.